സുമേ, ദേ അവരാ ജംഗ്ഷൻ എത്തിന്നാ വിളിച്ചു പറഞ്ഞത്. നീ അവളോട് പെട്ടെന്ന് ഒരുങ്ങി നിക്കാൻ പറ. ചെല്ല്. എന്റെ ദേവി, ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ആ പ്രേമ, ഇതാ ചെക്കന്റെ പെങ്ങന്മാര്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവർക്ക് അച്ഛനും അമ്മയില്ലെങ്കിലും ഈ പെങ്ങന്മാര് മൂന്നും കൂടെ അവനെ വളർത്തിയത്. അതിന്റേതായിട്ടുള്ള നല്ല ഗുണങ്ങളെല്ലാം അവനുണ്ട് താനും. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? അത് ഞങ്ങക്ക് മനസ്സിലായോണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞത്. അല്ല, ചെക്കൻ വന്നില്ലേ ഇന്ന്? അതൊന്നും പറയണ്ട, ചെക്കന് ലീവ് കിട്ടിയില്ല. അടുത്ത ആഴ്ച വരൂ. ഗൾഫിലല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ചേച്ചിമാര് പറയുന്നതാ അവന്റെ വേദവാക്യം. അതുകൊണ്ട് ചേച്ചിമാരിങ്ങ് വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു അവൻ. എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, പെണ്ണിനെ വിളിക്കാം. സുമേ, മോളെ ഇങ്ങ് വിളിച്ചാട്ടെ. അല്ല, കുട്ടിയുടെ പേര് പറഞ്ഞില്ല. കുഞ്ഞമ്മ. കൊള്ളാം, കുഞ്ഞന് കുഞ്ഞമ്മ. അയ്യോ, എന്നിട്ട് നിങ്ങൾ എന്തോ പറഞ്ഞ അവിടുന്ന് സ്കൂട്ടായ? നീ അത് ഓർമ്മിപ്പിക്കരുത്. ആ കൊച്ചിന്റെ പേര് കേട്ടപ്പോഴേ ഞങ്ങളുടെ കിളി പോയി. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയും അവിടുന്ന് ചാടാനുള്ള വ്യഗ്രതയായിരുന്നു. ആ ബ്രോക്കറെ കൊണ്ട് അവിടുന്ന് ഇറങ്ങാൻ പെട്ട പാട്. അങ്ങേർക്കെന്തോ ഈ കല്യാണം നടത്താൻ ഇത്രയും മുട്ടി നിൽക്കുന്ന ആൾക്കായിരുന്നു അങ്ങാരുടെ അവിടുത്തെ പറച്ചില്. ഞാൻ വിചാരിച്ച ഒരു നിമിഷം എന്റെ പാവം കുഞ്ഞിനെ ആ കൂറ പെണ്ണിനെ കിട്ടേണ്ടി വരുമെന്ന്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കത്തോളന്ന്. അല്ലെങ്കിലും കുഞ്ഞന്റെ ചേച്ചിമാര് കുഞ്ഞിന് വേണ്ടി ബെസ്റ്റ് അല്ലേ കണ്ടുപിടിക്കൂ. നീ അങ്ങനെ കളിയാക്കണ്ട. ഞങ്ങളുടെ കുഞ്ഞിനെയും കിട്ടൂടാ നല്ലൊരു സുന്ദരി പെണ്ണിനെ. ഞങ്ങള് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യാം കൊച്ചിനെ. പിന്നെ കിട്ടും എടുത്തു വെച്ചേക്കുമല്ലേ പെണ്ണിനെ. ഒന്നാമത് ഇപ്പൊ പണ്ടത്തെ പോലൊന്നും ഗൾഫിന് വലിയ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പോഴാ നിങ്ങൾ ഗൾഫുകാരൻ ചെക്കനെയും കൊണ്ട് ചെല്ലാൻ നിൽക്കുന്നത്. അതും ദേവത പോലൊരു പെണ്ണിനെ വേണം. കുറഞ്ഞ സൗന്ദര്യമുള്ള പെൺപിള്ളേരൊന്നും നിങ്ങക്ക് പറ്റത്തില്ലല്ലോ. കുട്ടാ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കളിയാക്കല്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരുന്ന് ഈ കളിയാക്കലൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, ഒന്ന് ഓർക്കണം എന്റെ കുട്ടാ, നിന്റെ കല്യാണം അങ്ങനെ നടന്നേന്നുള്ളത്. ആ പാവം വൈശാലി കൊച്ചിനെ പറ്റിയ ഒരു അബദ്ധമല്ലേടാ നീ. ഏതോ ഒരു കൂട്ടുകാരൻ അവന്റെ കാമുകിക്ക് എഴുതി വെച്ചിരുന്ന ലവ് ലെറ്റർ എടുത്തുകൊണ്ട് പോയി കൊടുത്തല്ലേടാ നീ ആ പാവം വൈശാലി കൊച്ചിനെ നിന്റെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റിയത്. ഓ പിന്നെ അതൊക്കെ അന്നല്ലേ. ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനൊന്നും അല്ലല്ലോ. അവളുടെ കണ്ണീന്നൊരു കണ്ണുനീര് വരുന്നുണ്ടോ? അവളെ ഞാൻ പട്ടിണിക്കിടുന്നുണ്ടോ? നിങ്ങൾ അവളുടെ അടുത്ത് ചോദിച്ചു നോക്കണം. അല്ല, നിങ്ങൾ എന്നെ ഈ കുറ്റം പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ നാട് തീങ്ങളെ നിരങ്ങിപ്പോയി പെണ്ണും കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആംഗ്ല ചെറുക്കന് ഇവിടെ വരുമെന്നെങ്ങാണ് അറിഞ്ഞു വെച്ചോണ്ടാണോ നിങ്ങൾ ഈ പറയുന്നതും വിളിക്കുന്നതും പെണ്ണിനെ പോയി കാണുന്നതും ഒക്കെ? അതും പോരാഞ്ഞ് നിങ്ങൾ പറയുന്ന പെക്കൊച്ചിനെ അവൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഏതോ ഒരു പാതിരാത്രി ഇവിടുന്ന് നാടും വിട്ട് പോയവനാ. അങ്ങനൊന്നും നീ പറയണ്ട. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾ പറയുന്ന പെങ്കൊച്ചിനെ തന്നെ കിട്ടും, അത് ഞങ്ങൾക്ക് ഉറപ്പാ. നീ ഈ പറയുന്ന പോലെ അവനൊരു സുപ്രഭാതത്തിൽ കയറി നാട് വിട്ടതൊന്നുമല്ല. അവന് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന് രാത്രി ഇന്റർവ്യൂ ലെറ്റർ വന്നപ്പോ അവൻ അങ്ങോട്ട് പോയി. അതിന് നീ ഇങ്ങനെ കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുക. അല്ല, അവൻ ഇന്നും വിളിച്ചില്ലേ? ഇല്ലടാ, ഇന്നലെയും ഇന്നുമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. അവൻ ഇങ്ങോട്ടോട്ട് വിളിക്കുന്നതുമില്ല. മറ്റേത് കൃത്യം ഒരു ദിവസം ഞങ്ങൾ 3 പേരെ കൃത്യമായിട്ട് വിളിക്കുന്നതായിരുന്നു അവൻ. എന്തേലും വർക്ക് പ്രഷറിന്റെ കാണോ ആയിരിക്കും. അതെന്തായാലും വിളിക്കും, വിളിക്കാതൊന്നും ഇരിക്കത്തില്ല. നമ്മുടെ കുഞ്ഞനല്ലേ. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ട്. ശരി, അവൾ ഒറ്റയ്ക്കേ ഉള്ളു വീട്ടില്. അയ്യോ, പ്രേതം! എന്റെ ആദ്യകാൽ ഭഗവതി! എടാ കുട്ടാ, നിക്കടാ. എടാ, ഇത് ഞാനാടാ, കുഞ്ഞൻ. എടാ കുട്ടാ. ആരാ അവിടെ? കുഞ്ഞാ, മോനെ നീയോ? എന്താണ് ഒന്നും പറയാതെ ഇങ്ങോട്ട് വന്നത്? എന്റെ വല്യേച്ചി, ഇങ്ങോട്ട് വന്നേ, നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. എന്തേ എന്റെ ബാക്കി ചേച്ചിമാര്? എടാ കുട്ടാ, നീ? അതേ, നാം തന്നെ. എന്നാൽ ഇത് വല്ലാത്തൊരു പരിപാടിയായി പോയി കുട്ടാ. നിനക്കൊരു വക വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ? ഓ എന്റെ ദേവിക്കുട്ടി, ഒന്നും പറയണ്ട. ഫോൺ കേടായിട്ട് 2 ദിവസമായി. അതല്ലേ ഞാൻ ഒന്നും വിളിച്ചു പറയാതെ ഇങ്ങോട്ട് വന്നേ. നീ ആകെ മെലിഞ്ഞല്ലോടാ. അവിടെ നിനക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ലായിരുന്നോ? പാറൂസേ, ഇങ്ങനൊന്നും പറഞ്ഞ് എന്റെ ഹൃദയം തകർക്കാതെ. ഡെയിലി 2 നേരം ജിമ്മിൽ പോയി കിടന്ന് കുത്തി മറിഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന എന്റെ ഈ ബോഡി കണ്ടിട്ട് മെലിഞ്ഞോ? ഇറ്റ്സ് ടു ക്രൂവൽ, ഇറ്റ്സ് ടു ക്രൂവൽ. അല്ലടാ, നീ കുട്ടനെ കണ്ടില്ലേ? അവൻ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നല്ലോ. ഞാൻ അവനെ കാണിയൊക്കെ ചെയ്ത്. അവൻ ആ ഡോറിന്റെ അടുത്ത് എന്റെ നിഴല് കണ്ടിട്ട് പ്രേതമാണെന്നും വിളിച്ചോണ്ട് ഒറ്റ ഓട്ടം ഓടിയിട്ടുണ്ട്.
മിക്കവാറും ഇനി അത് അവിടെ വീട്ടിൽ ചെന്നിട്ടേ നിൽക്കാൻ ചാൻസ് ഉള്ളൂ. അല്ല കുഞ്ഞ, 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വരുന്നത്? നീ ലീവൊക്കെ എത്ര ദിവസത്തേക്ക് കാണും? 2 കൊല്ലം കഴിഞ്ഞോണ്ട് തന്നെ ലീവൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്. ഒരു 3-4 മാസം ഞാൻ ഇവിടെ കാണും. ആണോടാ? സത്യമാ? സത്യം. എങ്കിൽ പിന്നെ അടുത്ത പോക്കിന് മുമ്പ് തന്നെ നിന്നെ ഞങ്ങള് പെണ്ണ് കെട്ടിച്ചിരിക്കും. അപ്പൊ അന്ന് കേറിയതല്ലേ ഉള്ളൂ. ഈ ഒരു ഒറ്റ കാരണം രാഖി രാമാനും ഞാൻ ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് ദുബായിക്ക് പോയത് വീണ്ടും ഇതും തന്നെ കൊണ്ടുവരുക. എന്താ എന്റെ ചേച്ചിമാരെ, ഞാൻ കുറച്ചു നാളും കൂടെ ഒരു മനസ്സമാനത്തോടു കൂടി പോട്ട്. പറ്റില്ല പറ്റില്ല പറ്റില്ല. നിന്നെ ഞങ്ങൾ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചിരിക്കും. ചേച്ചിമാരെ? ആ, ചേച്ചിമാര് തന്നെ. നീ ഇതെവിടാ? ഞാൻ ഇന്നലെ നാട്ടിൽ വന്നായിരുന്നു, എനിക്കൊരു ആവശ്യമുണ്ട്. നീ വീട്ടിലോട്ട് വന്നേ. നീ എപ്പോഴാണ് നാട്ടിൽ എത്തിയേ? അല്ലെങ്കിൽ തന്നെ ഇന്നലെ രാത്രി ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. നീ അതിന് എന്റെ നിഴല് കണ്ടോടനെ പ്രേതോന്ന് പറഞ്ഞ് ഓടിയല്ലോ, പിന്നെ എവിടുന്നിട്ട് കാണാനാ? അല്ല, അതൊക്കെ പോട്ടെ, നീ എന്താ വിളിച്ചു പറയാതെ വന്നേ? നിന്റെ ഫോണൊന്നും പുഴുങ്ങായിട്ടേക്കോണോ നീ? ഓ എടാ അലവലാതി കുട്ട, ഞാൻ അത് പറയാൻ തന്നെയാണ് വിളിച്ചത്. എന്റെ ഫോൺ ഒന്ന് കേടാ, നമുക്കൊരു മൊബൈൽ കടയിൽ പോയിട്ട് ഒന്ന് ശരിയാക്കാൻ കൊടുക്കണം. ഓ അങ്ങനെ, ഐ സി. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നു, നീ അവിടെ റെഡി ആയിട്ടിരുന്നു. ഇതെന്തുവാ, ഇന്ന് നാട്ടിൽ വല്ല ഫാഷൻ ഷോ ഉണ്ടോ? അത് പറയാനാ ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോയത്. നീയും പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വന്നേ. എന്തോത്തിന്? വല്ല പെണ്ണ് കാണലും ആണെങ്കിൽ ഞാൻ വരത്തില്ല. എനിക്ക് ഒരു ദിവസത്തെ റെസ്റ്റ് എങ്കിലും വേണം. അതിനൊന്നും അല്ലട ചെക്ക, ഞങ്ങളുടെ കുടുംബശ്രീയിലെ ശാരദയുടെ അനിയന്റെ കല്യാണം ഇന്ന്. അപ്പൊ അതിനവള് വിളിച്ചിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടേക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു, മൂന്നും കൂടെ എന്തോ ഉദ്ദേശിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത്? നീ ഒന്ന് പോയേട ചെക്ക, അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഉദ്ദേശങ്ങളൊന്നുമില്ല. വിശ്വസിച്ച്. അല്ല, ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ വരേണ്ടത്? അപ്പൊ അതിനകത്ത് എന്തോ ദുരുദ്ദേശമില്ലേ? അല്ലേലും 2 കൊല്ലം ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളോടുള്ള സ്നേഹമൊക്കെ നിനക്ക് കുറഞ്ഞെന്ന് ഞങ്ങൾക്ക് മനസ്സിലായായിരുന്നു. എന്നാലും ഇത്രത്തോളം. മതി, നിർത്ത്. 10 മിനിറ്റ്, ഞാൻ റെഡി ആയിട്ട് വരും. പോയി കാറിന്റെ അടുത്ത് നിന്നോ. യെസ്, ഇവരെന്തായാലും ഇന്നലെ വന്നത് നന്നായി, അല്ലെങ്കിൽ ഇന്ന് ശാരദയുടെ പട്ടിഷോ മൊത്തം സഹിക്കേണ്ടി വന്നേനെ. എന്തൊക്കെയാ അവളുടെ പറച്ചിൽ? അവളുടെ അനിയനോട് സ്നേഹം, അതുകൊണ്ടാണ് അവൻ നാട്ടിൽ നിൽക്കുന്നത്, മറ്റേതാണ് മറിച്ചതാണ്. നോയിക്കോ, ഇന്ന് അവളുടെ മണ്ടക്കിട്ട് കൊട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ഇവനെയും കൊണ്ട് പോകുന്നത്. മതി ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചാൽ അവൻ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ അവൻ പിന്നെ നമ്മുടെ കൂടെ വരത്തില്ല. ഒന്നാമതേ ചെറുക്കനൊരു ഡൗട്ട് ഉണ്ട്, നമ്മൾ എന്തോ ഉടായിപ്പിക്കാനാ പോന്നേന്ന്. ഇതാര്? ശ്രീപാർവതിയോ? അയ്യോ, എന്തോ പറ്റി ലേറ്റ് ആയത്? ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ നേരത്തെ പ്രതീക്ഷിച്ചായിരുന്നു. അല്ല, കുഞ്ഞൻ ഇപ്രാവശ്യം നാട്ടിൽ വരുന്നില്ലേ? ചെക്കന്റെ പോക്ക് ശരിയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ചിലപ്പം ഗൾഫിൽ വല്ല പെൺപിള്ളേരും ഉണ്ടെങ്കിലോ. അല്ലെങ്കിലും അച്ഛന്റെ അമ്മയുടെ ഒന്നും അത്രയും വരത്തില്ലല്ലോ. എത്ര വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞാല് ചേച്ചിമാരോടുള്ള സ്നേഹം അതൊരു വേറെ സ്നേഹം തന്നെ. അതൊക്കെ എന്റെ അനിയൻ. എടി ചേച്ചി, ഞാൻ ആ പെണ്ണുപിള്ളയുടെ തലമണ്ടയൊക്കെ അടിച്ച് പൊട്ടിക്കട്ടെ. അല്ല, പിന്നെ നിങ്ങൾ എങ്ങനെ വന്നേ? ഓട്ടോയിലാണോ? കാറുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ഓട്ടിക്കാനാട് ആളില്ലല്ലോ. നിങ്ങളോട് ആരാ പറഞ്ഞ ആളില്ലെന്ന്? അയ്യോ, കുഞ്ഞ മോൻ എത്തിയായിരുന്നോ നാട്ടിൽ? അയ്യോ, ശാരദേച്ചി അറിഞ്ഞില്ല കേട്ടോ. അല്ല, ഞാൻ നീ എത്തിയില്ലെന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞതാണേ. ഞാൻ കേട്ട്. എന്റെ ചേച്ചിമാരെ ഞാൻ മറന്നിട്ട് ഇന്നേ വരെ ജീവിച്ചിട്ടുമില്ല, ഇനി ജീവിക്കത്തുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അനിയന്റെ ചരിത്രം, അതെനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. അതും കൂടെ ഒന്ന് ഓർത്തിട്ട് വേണം ഓരോന്ന് സംസാരിക്കാൻ. അയ്യോ മോനെ, ചേച്ചി ഒരു തമാശക്ക് പറഞ്ഞില്ലേ, അതൊക്കെ അങ്ങനെ എടുത്താ മതി. നീ അല്ല, നിങ്ങളൊക്കെ വാ, ഇങ്ങനെ നിക്കാതെ. പെണ്ണ് വലിയ ബിസിനസ്സുകാരിയാന്നാ കേട്ടത്. അതിന്റെ ആ ഹുങ്ക് ശാരദയുടെ മുഖത്ത് കാണാനും ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞ ശരിയാ. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിന്റെ കല്യാണം നടക്കാത്ത അവക്ക് ഇനിയും നമ്മൾ പുച്ഛിക്കാനൊരു അവസരം നടത്തി കൊടുക്കുന്നതിന് തുല്യവാ. എന്തൊക്കെയായിരുന്നു ഈ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവളുടെ ഡയലോഗും ഷോയും എല്ലാം. ഇനി അതൊന്നുകൂടെ കൂടത്തേ ഉള്ളൂ. ഇന്ന് കല്യാണം കഴിയാൻ പോവില്ലേ? അയ്യോ, ചതിച്ചല്ലോ എന്റെ മഹാദേവ. ആ ചെക്കൻ എന്തോത്തിന്റെ കേടായിരുന്നേ. അവിടെ എന്തോ ഒരു ബഹളം. ചേച്ചി ഒന്ന് നിന്നെ. എന്താ സംഭവം? എന്താ പ്രശ്നം? കല്യാണ ചെക്കനെ കാണാനില്ല. ചെക്കനെ ഒളിച്ചോടിയെന്നാ പൊതുവെ പറയുന്നത്. ചെക്കനേതോ പെണ്ണുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു. എന്നിട്ടല്ലേ ഈ കല്യാണം മറച്ചു വെച്ച ശാരദ കല്യാണം നടത്താൻ നോക്കിയത്. എന്തായാലും അവ കണ്ണൊക്കെ ഇട്ട ചെറുക്കൊരു പണിയെടുത്തിട്ടാ പോയത്. അയ്യോ, ആണോ ചേച്ചി? കഷ്ടായിപ്പോ. എന്നാലും
ആ ശാരദയുടെ ഒരു അവസ്ഥയെ. ആ ചേച്ചി പൊക്കോ. അയ്യോ, എന്തൊക്കെയായിരുന്നു അനിയൻ പുരാണം. എന്തായാലും ഇതോടുകൂടി എല്ലാം അവസാനിച്ച്. നിങ്ങൾ വാ, അവിടെ എന്തോ നടക്കുന്നതെന്ന് പോയി നോക്കാം. ഒന്നുമില്ലേലും ഒരു പെൺകൊച്ചിന്റെ ഭാവിയല്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവൻ ചെയ്തതൊരു പോക്കിർത്തരമല്ലേ. ഒരു പെൺകൊച്ചിന്റെ ജീവിതം വെച്ചിട്ടാണോ കളിക്കേണ്ടത്? വല്ല കാര്യം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു ആദ്യമേ. അല്ലാതെ ഇങ്ങനൊന്നും അല്ല. ഇതിപ്പോ എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് കൊച്ചിനെ കെട്ടാൻ നോക്ക്. ഈശ്വര, ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടോ? ഈ കിളവന്മാരെയൊക്കെ എവിടുന്നാ പിടിച്ചോണ്ട് വരുന്നത്? കല്യാണ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങി ആ കല്യാണ പെണ്ണിനെ വെറുതെ വിട്ടൂടെ? ഓ, ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാണ് എന്തോ. അതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പെട്ടെന്ന് ഒരു ചെക്കനെയൊക്കെ നമ്മൾ എവിടെ ഒപ്പിക്കാനാ? മുഹൂർത്തം ആവാറായിരിക്കണു. എടി, ഞാൻ പെങ്കൊച്ചിനെ കണ്ടിട്ടില്ല. നല്ലൊരു കൊച്ചാന്നാ ഞാൻ അറിഞ്ഞത്. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് കെട്ടിച്ചാലോ? കഷ്ടല്ലേ, പാവം കൊച്ചാന്നാ ഞാൻ അറിഞ്ഞത് അന്വേഷിച്ചപ്പോ. അല്ല, പെട്ടെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്താ ശരിയാവോ? അല്ല, അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ എങ്ങനെ സമ്മതിപ്പിക്കും? ഓ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ അവന്റെ അടുത്ത് കെട്ടിടാന്ന് പറഞ്ഞാൽ അവൻ ഇപ്പൊ വേണമെങ്കിലും കിട്ടും. അതുകൊണ്ട് നീ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ നാട്ടിൽ വരാൻ വേണ്ടിയല്ലോ നമ്മൾ കാത്തിരുന്നത്. എന്തായാലും നല്ലൊരു അവസരം. ഇപ്പൊ അവനെ കൊണ്ട് കെട്ടിച്ച കെട്ട് നടക്കും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നല്ല കൊച്ചാന്ന പൊതുവേ ഞാൻ അറിഞ്ഞൊരു അഭിപ്രായം. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ആരും ഇനി ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കണ്ട. എന്റെ നീ കൃഷ്ണജിത്ത് കെട്ടോ ഈ കൊച്ചിന്റെ കഴുത്തിലെ താലി. ഇതാര്? ശ്രീപാർവതിയോ? മോളുടെ കുടുംബത്തിലോട്ടാണെങ്കിൽ ഞങ്ങക്ക് പേടിക്കാനൊന്നുമില്ല. ഓക്കെ, എങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. തിരുമേനി തുടങ്ങിക്കോളൂ. നല്ല ദേവതയെ പോലെ ഇരിക്കുന്ന ചേച്ചി. പക്ഷെ എനിക്കിപ്പോ ഇവര് യക്ഷിയാണല്ലോ ഭഗവതി. ഞാൻ ഏത് നേരത്താണോ ഈ വേഷം കിട്ടി ഇവിടെ വന്നിരിക്കാൻ തോന്നിയത്? പുല്ല് ചാടി എഴുന്നേറ്റ് പറയാനും പറ്റുന്നില്ല. ഞാനല്ല കല്യാണ പെണ്ണ്. ഞാൻ പ്രാങ്ക് ചെയ്യാൻ വന്നതാ. അവനിട്ടൊരു പണി കൊടുക്കാൻ വന്നതാ. എന്റെ ദൈവമേ. കുഞ്ഞാ, ഇങ്ങ വാ. കുഞ്ഞാ, നീ ഞാൻ പറഞ്ഞു കേട്ട് ഷോക്കിലാന്ന് എനിക്കറിയാം. ഞങ്ങൾക്കറിയാം നീ ഞങ്ങൾ 3 പേരും പറഞ്ഞ എന്തും അനുസരിക്കുമെന്ന്. പക്ഷെ അങ്ങനല്ല മോനെ, ഇതൊരു കല്യാണമാ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം നിനക്ക് ഞങ്ങൾ പറഞ്ഞ കേൾക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. എന്തായാലും നിന്റെ തീരുമാനം. ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ കൊടുത്തൊരു വാക്കാണിത്. കുഞ്ഞാ, ഒരു പെൺകൊച്ചിന്റെ ജീവിതം അല്ലേടാ, നമ്മൾ അതും കൂടെ ചിന്തിക്കണ്ടേ? ഈശ്വരാ, അങ്ങനെ സമ്മതിക്കില്ലേ, 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 പ്ലീസ് പ്ലീസ് പ്ലീസ്, ദൈവമേ സമ്മതിക്കില്ലേ. എനിക്ക് സമ്മതം. ഓ, എനിക്ക് എന്റെ ഏട്ടന്മാരെ കാണണം. അല്ല, മോളെന്താ ഈ ഡ്രസ്സിന്റെ ഷോള് മാറ്റാത്തത്? ഞങ്ങക്ക് കുട്ടിയുടെ മുഖമൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അയ്യോ ഭഗവാനെ, എന്റെ മുഖം കാണുമ്പോ എല്ലാം പൊളിയും. ഞാൻ എന്തോ പറയും ഇപ്പം? അത് പിന്നെ അല്ല, ആചാരം വെച്ചിട്ടേ ഇത്ര നേരം തുറന്നുവിടുന്നായിരുന്നു. അപ്പം ഞാൻ മാറ്റാം. മോള് സുന്ദരി കേട്ടോ, ഞങ്ങളുടെ കുഞ്ഞിന് നല്ലോണം ചേരും. മോളുടെ പേര് രശ്മി എന്നല്ലേ? ഞങ്ങൾ കല്യാണ എഴുതി കണ്ടായിരുന്നു. അല്ല, കുട്ടിക്ക് ഞങ്ങളാരാന്ന് പറയണ്ടേ? എന്റെ ദേവോച്ചി അങ്ങോട്ട് മാറിയിരുന്നേ. കുറെ നേരമായി. ഞാനും കൂടെ അവളുടെ നാത്തൂനാ. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല. ഞാൻ പരിചയപ്പെടുത്തിക്കോളാം ഞങ്ങൾ ആരൊക്കെയാന്നുള്ളത്. പിന്നെ കെട്ടിയത് ഞങ്ങളുടെ ഒരേ ഒരു അനിയൻ കൃഷ്ണജിത്ത്, ഗൾഫിലെ എഞ്ചിനീയർ ആണേ. പിന്നെ ഞങ്ങൾ കുഞ്ഞാന്നാ വിളിക്കുന്നത്. നിനക്ക് എന്തുവാണോ ഇഷ്ടം അതെന്തും വിളിക്കാം. ചീത്ത ഒഴിച്ച് വേറെ എന്തവനെ വിളിച്ചാലും ഞങ്ങൾ കേട്ടോണ്ടേക്കും. പിന്നെ ഇതാണ് ശ്രീപാർവതി, അല്ലെങ്കിൽ പാർവതി, ഞങ്ങളുടെ മൂത്ത ചേച്ചിയാണേ. ഇതാണ് ശ്രീദേവി, അല്ലെങ്കിൽ ദേവു ചേച്ചിന്നാ വീട്ടിൽ വിളിക്കുന്നേ. രണ്ടാമത്തെ ചേച്ചിയാണേ. അത് കഴിഞ്ഞിട്ട് എന്റെ പേരാണ് ശ്രീലക്ഷ്മി. എന്നെ ലക്ഷ്മെന്നാ വീട്ടിൽ വിളിക്കുന്നേ. നിനക്ക് എന്തോ ഇഷ്ടം എന്നുള്ളതെന്ന് വെച്ചാൽ ആ രീതി വിളിച്ചാൽ മതി. വലിയ ഏജ് ഗ്യാപ്പൊന്നുമില്ല ഞാനും കുഞ്ഞനും തമ്മി. പിന്നെ ഒരു കാര്യത്തിൽ വിഷമിക്കണ്ട, ഇവിടെ അമ്മായിയമ്മ പോലും ഇല്ല, അമ്മായി അച്ഛനും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമില്ല. പക്ഷെ ഞങ്ങൾ 3 നാത്തൂമാരുണ്ടേ. നിർത്തടി കുരുത്തം കിട്ടത്. ഒറ്റ അടി വെച്ചാന്നുണ്ടല്ലോ, വന്ന് കേറി അന്ന് തന്നെ കൊച്ചിനെ പേടിപ്പിക്കാൻ നോക്കുക. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. കുഞ്ഞിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തിക്കുട്ടി അല്ല. അതുകൊണ്ട് മോൾ അങ്ങനത്തെ കാര്യമൊന്നും ഓർത്ത് ടെൻഷനേ വേണ്ട.
മോളറിയാനായിട്ട് പറയാ, ഞങ്ങളുടെ കുഞ്ഞിനൊരു പാവ. ഇച്ചിരി ദേശീയ ഭാഷയും ഇടയ്ക്ക് ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും അവനില്ല. ഒരു ശുദ്ധനാണേ മനസ്സുകൊണ്ട്. ലച്ചുവിന് 1 വയസ്സുള്ളപ്പോഴാ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോകുന്നത്. ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ അച്ഛന്റെ ജോലി അമ്മയ്ക്ക് കിട്ടിയോണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. അച്ഛൻ മരിച്ച് 1 മാസം കഴിഞ്ഞിട്ടാ കുഞ്ഞിനെ അമ്മയുടെ വയറ്റിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ ശുശ്രൂഷയ്ക്കലായി, അമ്മ ജോലിക്ക് പോകലായി. അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി വീണ്ടും ഞങ്ങളുടെ ജീവിതം ജീവിച്ചു തുടങ്ങിയതായിരുന്നു. അപ്പോഴാ പെട്ടെന്ന് കുഞ്ഞിന്റെ ജനനത്തോടുകൂടിയാ അമ്മയും ഞങ്ങളെ വിട്ട് പോയത്. പിന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു കുറവും വരുത്താതെ വളർത്തിയത്. അതിന്റെയൊക്കെ ചെറിയൊരു പിടിവാശിയും കുറുമ്പും ഒക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും അവനില്ല. വല്യേച്ചി, ഇതൊക്കെ പിന്നാണേലും പറയാലോ. ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ ആ കൊച്ചാകെ വാടി തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതിന് ഫ്രഷ് ആവാൻ എണീപ്പിച്ച് വിടാനുള്ളതിന്. ലച്ചു, അവളെ ഫ്രഷ് ആക്കാൻ കൊണ്ടുപോയി. ഞാനും വല്യേച്ചും കൂടെ ഫുഡ് എടുത്ത് വെക്കാനുള്ള പരിപാടി നോക്കട്ടെ. ബാരശ്മി, ഞാൻ മുറി കാണിച്ചു തരാം. ആ പിന്നുണ്ടല്ലോ, ഞങ്ങളുടെ കുഞ്ഞൻ ഭയങ്കര സംഭവം കേട്ടോ. അവന് ഒരു സ്വഭാവമുണ്ട്. അവന്റെ സ്ഥാനത്തിലോ അവന്റെ റൂമിലോ അവൻ അറിഞ്ഞൂടാത്ത ആരും ചെന്ന് കയറി കൊടുക്കുന്ന ഇഷ്ടമേ അല്ല. ഞങ്ങള് 3 പേരല്ലാതെ വേറെ ആരെ ആ റൂമിൽ അത് കേട്ടത്തില്ലായിരുന്നു. എന്തായാലും ഇന്ന് മുതൽ അതിന് പുതിയൊരു അവകാശം കൂടെ വന്നു. അവനെ കുറെയൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാനുണ്ട്. ഇത്രയും നാള് ഞങ്ങള് വിചാരിച്ചിട്ട് ശരിയാവാത്തത് നിന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്നല്ല. ചില കാര്യങ്ങളിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഒന്ന് പിടിക്കാൻ പറ്റും. അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ. അങ്ങനെ ഒന്ന് പിടിക്കണം, അത്രേ ഉള്ളൂ. ആ ദേ ഇതാ റൂം. എനിക്ക് പിന്നെ റെഡി ആയിട്ടോ. അത് കഴിഞ്ഞിട്ടാവാ നമുക്ക് ബാക്കി സംസാരം. ഷോളിന്റെ പറയിൽ കൂടെ കണ്ടുകൊണ്ട് അപ്പ ആശാനെ വൃത്തിക്ക് കാണാൻ വയ്യായിരുന്നു. ചുള്ളനാ, കൊള്ള എന്റെ കെട്ടിയ. അശോ, ഞാൻ എന്തേ പറയുന്നേ? ഓ എന്റെ ഭഗവതി, രക്ഷപ്പെടാനുള്ളതെന്ന് അവൾ അവന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ എന്റെ ഈശ്വരൻ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നേ? ഓ, എനിക്ക് കുറെ ചേട്ടൻ കാലന്മാരുണ്ടായിരുന്നല്ലോ. അവന്മാരെ സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നു. പറഞ്ഞ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയി പോയി. ഓ, പുല്ല് ചൊറിയുകയും ചെയ്യുന്നു. എല്ലാം കൂടെ വലിച്ചു വരി കളയാനാ തോന്നുന്നു. എന്റെ ഐഡിയ ആയിപ്പോയി. കൺട്രോൾ ദേവ, കൺട്രോൾ. എന്തായാലും ഇനിയിപ്പോ ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞ് എന്തുവാന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു കല്യാണം കൂടാൻ പോയിട്ട് കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു. എന്നാലും ചേച്ചിമാരെ ഒപ്പിച്ച പണി. നാറി, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ. ഞാൻ എന്തോ പറയാനാടാ, ഇതൊരുമാതിരി പണ്ടത്തെ ദിലീപിന്റെ സിനിമയില്ലേ, എന്തുവായിരുന്നു സിനിമയുടെ പേര്? മീനത്തിൽ ടാലിയിട്ട്. അതിനകത്ത് അവസ്ഥയായി പോയി നിന്റേത്. അതിനകത്ത് പിന്നെ അച്ഛൻ ഇറക്കി വിട്ട്, ഇതിനകത്ത് പിന്നെ ചേച്ചിമാരെ നിന്നെ ഈ കുഴി കൊണ്ടുവന്ന് ചടിച്ച്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത്രയും പെട്ടെന്നൊരു കല്യാണം ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിപ്പോയി. എനിക്ക് എന്തോ ചെയ്യണ്ടേന്നൊന്നും അറിയത്തില്ലടാ. അയ്യേ മ്ലേശൻ, എന്താ നീ പറയുന്നേ? എടാ അലവരാതി, ഞാൻ അതല്ലടാ ഉദ്ദേശിച്ചേ. മുന്നോട്ട് ഞാനിത് എങ്ങനെ ഫേസ് ചെയ്യും? ആ പെങ്കൊച്ചിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഓ അതായിരുന്നോ? അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. നീ കാര്യം ഇങ്ങോട്ടാ പെങ്കൊച്ചിന്റെ അടുത്ത് പറ. അല്ല, പെങ്കൊച്ചെങ്ങനുണ്ട്? സുന്ദരിയാണോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നീ എന്തോ പറയുന്നത്? താലി കെട്ടിയ പെണ്ണിന്റെ മുഖം പോലും നീ നോക്കിയില്ലേ? അതിനത് വല്ലതും വെളിയിൽ കണ്ടാലല്ലേ. ഒരു ഷാളും വെച്ച് തലയെ മറച്ചു വെച്ചേക്കുമല്ലായിരുന്നു. പിന്നെ അത് പൊക്കി വെക്കാനുള്ള മാനസികാവസ്ഥയിലും അല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനങ്ങ് നോക്കാൻ പോയില്ല. അല്ലടാ, ഞാൻ പറയുന്നേ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? ആ കൊച്ചിന്റെ അടുത്ത് സംസാരിച്ചിട്ട് രണ്ടുപേരും കൂടെ മുമ്പോട്ട് പോന്നെങ്കിൽ അങ്ങനെ ചെയ്യ്. ചേച്ചിമാർക്കും അതൊരു സന്തോഷാവും. അവരെത്ര നാളായിട്ട് കൊതിക്കുന്നതാണെന്നറിയോടാ നിന്റെ കല്യാണം കാണാൻ. ഞാൻ പറയാനുള്ള പറഞ്ഞു. നിന്റെ ജീവിതമാണ്, നിന്റെ ഡിസിഷൻസ് ആണ്. നിനക്ക് എന്തോ തോന്നുന്നതെന്ന് വെച്ചാൽ ചെയ്യാ. പിന്നെ ചേച്ചിമാരുടെ സന്തോഷം, നിന്റെ സന്തോഷം ചേച്ചിമാരുടെ സന്തോഷം. നീ ഇപ്പൊ അതിനെ വേണ്ടെന്ന് പറഞ്ഞാലും അവരതിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇന്ന് നാട്ടുകാരുടെ മുമ്പ് വെച്ച് അവര് കൊടുത്ത വാക്ക് പാലിക്കാതെ നീ കെട്ടിയെങ്കിലും ആ കൊച്ചിനെ നാളെ നീ ഇറക്കിയിട്ടാ അതിന്റെ പേരുദോഷവും അവർക്ക് തന്നെ ആയിരിക്കും കേൾക്കേണ്ടത്. ഇല്ലടാ, എനിക്കിത് പ്രാക്ടിക്കൽ ആവുമെന്ന് തോന്നുന്നില്ല. ആ പെങ്കുച്ചിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഇതിൽ നിന്ന് കരകയറിയേ പറ്റൂ. എന്തുവാന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം. എന്തായാലും നീ അകത്തോട്ടേ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടാ. കൊച്ചിന് വയ്യെന്ന് പറഞ്ഞോൾ വിളിച്ചിരുന്നു. പൊട്ടക്കണ്ണ, താൻ എങ്ങോട്ടാണ് ഈ വരി കയറി വരുന്നത്? ഹലോ, എക്സ്ക്യൂസ് മീ. ഇത് എന്റെ വീട്, എന്റെ റൂം, എന്റെ ബാത്റൂം. നീ ആരാടി ചോദിക്കാൻ? ഏത് ലോകത്താണ് താമസിക്കുന്നത്? കുറച്ചു മുമ്പ് താൻ എന്നെ കെട്ടിയെടുത്തോണ്ട് വന്നത് മറന്നുപോയോ? ഓ, അപ്പൊ ഇവളാണില്ലേ ലവള്? കുറ്റം പറഞ്ഞ പോലെ സുന്ദരിയാ.
ഒന്ന് സംസാരിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താ മതി. താൻ എന്താണ് നോക്കുന്നത്? താൻ പെമ്പിളാരെ കണ്ടിട്ട്? ഞാൻ പെൺപിള്ളേരെയൊക്കെ ആവശ്യം പോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ ഒരു കോലത്തെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. യു ആദ്യം മൊഴി തുള്ളല് നിർത്തിയിട്ടേ പോയി തുണി കൊടുത്തിട്ട് വാ, അല്ലെങ്കിൽ നേരത്തെ പോലെ ഞാൻ വീണ്ടും കണി കണ്ട് ബോധം കെട്ടി വരും. നീ ആരോട് ചോദിച്ചാടി എന്റെ ഷർട്ട് ഷോർട്സ് എടുത്തിട്ടെ? ഞാൻ ആരോട് ചോദിക്കാനൊന്നും നിന്നില്ല. അല്ലെങ്കിൽ തന്നെ തന്റെ സാധനങ്ങള് എന്റെ സാധനങ്ങളാണല്ലോ. ഇന്നു മുതൽ ഞാൻ തന്റെ ഭാര്യയല്ലേ? എടിയടി പറഞ്ഞു നീ ഇത് എങ്ങോട്ടാടി കയറി പോകുന്നത്? ഒരു പാവല്ലേ, ഒരു പെങ്കുച്ചിന്റെ ജീവിതമല്ലേ എന്ന് പറഞ്ഞ് നിനക്കൊരു സഹായം ചെയ്തപ്പോ നീ എന്നെ ഭരിക്കാൻ വരുന്നു. അയ്യോ, താൻ വെച്ചൊരു പുണ്യാത്മാവ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. താൻ എനിക്ക് കുരുക്ക് കഴുത്തിലിട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മര്യാദയ്ക്ക് എന്റെ ചേട്ടന്മാരുടെ കൂടെ ഇരുന്നേനെ. തന്റെ ഒടുക്കത്തെ ഒരു സഹതാപം. ഓഹോ, അപ്പൊ നിന്നെ ഇട്ടിട്ട് പോയവരെ പോലെ നിനക്കും വേറെ മറ്റേവന്മാരുണ്ടല്ലേടി? ഓ എടോ മനുഷ്യ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പ്ലാൻ എല്ലാം കറക്റ്റ് ആയിട്ട് നടന്നേനെ. ഞാൻ അവസാനം വരെ അതെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാ കൊണ്ടെത്തിച്ചത്. എന്നിട്ട് ഉടനെ കയറി അങ്ങേറെ ഒരു പരോപകാരം. എന്നിട്ട് ഇപ്പൊ എനിക്ക് മറ്റേമാരെ ഉണ്ടാക്കി തരാൻ നിൽക്കുന്ന അങ്ങേര്. പ്ലാനോ? എന്തോത്തിന്റെ പ്ലാൻ? എല്ലാം എന്റെ പ്ലാൻ ആയിരുന്നു. ആ പ്ലാനില്ല താനും തന്റെ ചേച്ചിമാരും കൂടെ ഒരുമിച്ച് വെള്ളം കോരി ഒഴിച്ചത്. താൻ എന്തു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല, ഒന്ന് തെളിച്ചു പറയാവൂ. ഇതിനകത്ത് കൂടുതൽ തെളിയിക്കാനൊന്നുമില്ല. ഇന്ന് നടന്ന എല്ലാം ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത ഒരു പ്ലാൻ ആയിരുന്നു. ഇന്ന് ആ മണ്ഡപത്തിൽ നിന്ന് കാണാതെ പോയ ആ പൊട്ടം കൊണാപ്പം പട്ടി തെണ്ടി ചെറ്റ നാറി അലവലാതി ഇല്ലേ, ആ ഒറ്റൊരുത്തൻ അവിടുന്ന് കാണാതെ പോയതിന്റെ റീസൺ പോലും ഞാനും എന്റെ ഏട്ടന്മാരും കൂടെ അവരെ കിഡ്നാപ്പ് ചെയ്തത്. എന്തോന്ന് കിഡ്നാപ്പോ? നീ എന്തിനാ കിഡ്നാപ്പ് ചെയ്ത്? നീ ഇനി വല്ല ഗുണ്ടാ സംഘത്തില് തലവത്തിയാണോ? ഓ, പറഞ്ഞു തീരുന്നതിന് മുമ്പേ തോക്കി കയറി വെടി വെക്കാണോ? ഓ സോറി, യു കണ്ടിന്യൂ. മത്തങ്ങാമൂറൻ, മരത്തലയൻ, ചീമപ്പന്നി, പട്ടി, തെണ്ടി, ചേട്ട, നാറി, അലവലാതി, മഹേഷില്ലേ, അവന് ഞാനും തമ്മിൽ 4 വർഷത്തെ ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ട് ആ ചെറ്റ എന്നെ തേച്ചിട്ട് വേറൊരുത്തി കെട്ടാൻ പോയത്. എനിക്ക് പൈസ ഇല്ലെന്നും പറഞ്ഞ അവനീ ചെയ്തത്. പക്ഷെ ഞാനെങ്ങാണോ അങ്ങനെ വിടുവോ? എന്റെ ചേട്ടന്മാര് ഞാനും കൂടെ അവനെ കിഡ്നാപ്പ് ചെയ്ത് എന്നിട്ട് നാട്ടുകാർ മുമ്പിൽ നാണം കെടുത്തത് എനിക്ക് കൺമുമ്പിൽ കാണുമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്ലാനൊക്കെ ഒപ്പിച്ചത്. അപ്പോഴാ തന്റെ ചേച്ചിയും എല്ലാരും കൂടെ ടൈമിംഗ് തെറ്റി വന്നത്. എന്റെ പൊന്നെ, എന്റെ ചേട്ടന്മാരെന്നെ ഇപ്പൊ തപ്പി നടക്കുമായിരിക്കും. തന്റെ ഫോൺ എന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് താ. എനിക്ക് എന്റെ ചേട്ടന്മാരെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണം. എന്നിട്ട് എനിക്ക് തിരിച്ചു പോകണം. അതിന് താൻ തന്നെയല്ലായിരുന്നു ഇന്നത്തെ വധു, പിന്നെന്തിനാ താനവനെ കിഡ്നാപ്പ് ചെയ്തത്? ആര് പറഞ്ഞു ഞാനാ പെണ്ണെന്ന്? ഞാനെങ്ങുമില്ല പെണ്ണ്. ഒറിജിനൽ പെണ്ണിന്റെ വീട്ടിൽ പോയി ഞാൻ ഇന്നലെ അവന്റെ മുഖംപൂടി മൊത്തം വലിച്ചു കയറിയതാ. അല്ലെങ്കിൽ തന്നെ എനിക്കാ ചതീനൊന്നും വേണ്ട. അവൻ ഇന്നലെ എന്നെ വേണ്ടെങ്കിൽ ഞാൻ മെനഞ്ഞാന്ന് ഡ്രൈ വാഷ് ചെയ്തതാ. അപ്പൊ ഞങ്ങളാണ് കഥ അറിയാതെ ആട്ടം കണ്ടവരില്ലേ? എടോ, സത്യമായിട്ട് എനിക്ക് തന്റെ ചേച്ചിമാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഇവിടുന്ന് എങ്ങനെയും ഒന്ന് ചാടിക്കണം. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എന്നെ കൂടെ നല്ലൊരു വൈഫായിട്ട് തന്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന്. പ്ലീസ്. അങ്ങനെ ശരിയാവും മോളെ, എനിക്ക് നിന്നെ കണ്ടുടനെ ഇഷ്ടപ്പെട്ടല്ലോ. നിത്യ ബ്രഹ്മചാരിയായി ഇരിക്കാന്ന് പറഞ്ഞ് എന്റെ തപസ് മുടക്കി അയറ്റല്ലേ നീ. ഇനി എന്തായാലും നീ മതി എന്റെ ജീവിതത്തിൽ. എന്റെ പിള്ളേരെയും വിറ്റ് എന്റെ കൂടെ അങ്ങ് താമസിച്ചാ മതി. ഡോ കുഞ്ഞാ, എന്തെങ്കിലും ഒന്ന് പറ. എന്താ താനീ ചിന്തിക്കുന്നേ? അത് പിന്നെ നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ചേച്ചിമാരെ സമ്മതിപ്പിച്ചെടുക്കാൻ ഇത്തിരി പാടാ. അവർക്കിങ്ങനെ പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളണമെന്നില്ല. എനിക്ക് ഇതിനകത്ത് ഒരിക്കലും ഉറപ്പു പറയാൻ പറ്റത്തില്ല. കാര്യം ചേച്ചിമാരായിട്ട് തെരഞ്ഞു തന്നതാ നിന്നെ എനിക്ക്. അതുകൊണ്ട് അവരായിട്ട് തന്നെ നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിച്ചുകൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ലുക്കല്ല നിനക്ക്. അവർക്ക് മുട്ടോടെ മുടിയുള്ള നല്ല നാടൻ തനിമയുള്ള പെണ്ണെ വേണമെന്നായിരുന്നു ആഗ്രഹം. നീ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ അവർ കിട്ടിയത്. പക്ഷെ ഞാൻ പോലും ഇപ്പോഴാണല്ലോ നിന്റെ മുഖവും നിന്റെ മുടിയും എല്ലാം നേരെ കാണുന്നത്. പിന്നെ ഞാൻ നേരെ ഈ കോലത്തിൽ ചെന്ന് കയറിയാ പോരെ? അപ്പൊ ചേച്ചിമാര് ഷോക്കായിട്ട് എന്നെ പെട്ടെന്ന് പറഞ്ഞെടുത്തില്ലേ? ഓ പുല്ല്, മനുഷ്യൻ ആവശ്യമുള്ളപ്പോ ഒരു ബുദ്ധിയും മനസ്സിലോട്ട് വരുത്തുമില്ല. അയ്യോ, ഞാൻ അങ്ങനെ അല്ലല്ലോ ഉദ്ദേശിച്ചത്. തന്നെ ചേച്ചിമാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ചിലപ്പോ താൻ ഈ ലുക്കിൽ ഇരുന്നാലും അവര് തന്നെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെ അവരെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചവരാ. അവരെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലടോ. തനിക്ക് എന്തെങ്കിലും വഴി കിട്ടുവാണെങ്കിൽ താൻ തന്നെ ചെയ്യണം. ഒരിക്കലും ഇതിന് എന്നോട് സഹായം ചോദിക്കരുതെന്ന് വെച്ചാൽ ചോദിക്കരുത്. കാര്യം എനിക്ക് എന്റെ ചേച്ചിമാരേ ഉള്ളൂ ജീവനായിട്ട്. എന്റെ ചേച്ചിമാരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. വർക്കാവുന്നുണ്ട്. താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വന്നപ്പോഴേ എന്റെ അടുത്ത് ചേച്ചിമാരെല്ലാം പറഞ്ഞായിരുന്നു. എനിക്ക് മനസ്സിലാവും തന്റെ വിഷമം. എനിക്കും ഇതേപോലെ 3 ചേട്ടന്മാരാ. അവരെ എന്നെ വളർത്തിയത്. ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല.
പക്ഷെ എനിക്കിപ്പം എന്തായാലും ഒരു ഫോൺ തന്നേ പറ്റൂ. എന്തൊക്കെ എന്റെ ചേട്ടന്മാരെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സമാനം കിട്ടത്തില്ല. അവ ഉറപ്പായിട്ടും വിഷമിക്കും എന്നെ കാണാതെ വരുമ്പോ. യെസ്, പ്ലാൻ സക്സസ്. മോനെ മനസ്സിൽ എട്ടുപൊട്ടി. എന്തുവാടേ, ഒരല്പം ഉടുപ്പൊക്കെ ആവാം. ഇന്നലെ രാത്രി ഇല്ലായിരുന്നോ നീ വലിയ വലിയ വീരവാദങ്ങളും വലിയ വലിയ ആഹ്വാനങ്ങളും പുറപ്പെടുവിച്ചത്? ഇന്ന് പോയാടാ അവിടുന്ന്. നല്ല ആപ്പിൾ പോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയപ്പോഴാ. ഞാൻ തെരഞ്ഞാൽ പോലും എനിക്ക് ഇതേപോലെ ഒരു പെണ്ണിനെ കിട്ടത്തില്ല. അപ്പോഴാ അവന്റെയൊക്കെ ഒരു ഉളുപ്പ്. കിരണേ, ഇതല്ലല്ലോടാ വീട്. ആടാ, ഇത് തന്നെ ആ ചായക്കടക്കാരൻ ചേട്ടൻ പറഞ്ഞത്. നിങ്ങൾ ഈ സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. നമ്മുടെ കൊച്ചിനെ കാണാതായിട്ട് എത്ര നേരമായെന്നറിയോ? എടാ, കേറി ചെല്ലുമ്പോ ഇച്ചിരി മര്യാദക്കൊക്കെ കേറി ചെല്ലണ്ടേടാ. നമ്മുടെ കൊച്ചിന്റെ കെട്ട് കഴിഞ്ഞെന്നല്ലേ ആ ഓഡിറ്റോറിയത്തിലെ സെക്യൂരിറ്റി പറഞ്ഞത്. എന്നാലും നമ്മള് തേരെ പാലേ പൊന്നെ കരളേന്നും പറഞ്ഞ് നമ്മുടെ കൈവെള്ളെ കൊണ്ടുവരുന്ന നമ്മുടെ പെങ്ങടെ കല്യാണം അല്ലേടാ നമ്മൾ പോലും അറിയാതെ നടന്നത്. നമ്മുടെ കൊച്ചിങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോഴേ നമ്മളെല്ലാം ശ്രദ്ധിച്ചു കണ്ടു ചെയ്യാവുള്ളായിരുന്നുള്ളൂ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റാനുള്ളത് പറ്റി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ഇപ്പം അവളെ കെട്ടിയേക്കുന്നവൻ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ചിനെ വിളിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അത് നീ പറഞ്ഞത് ശരിയാ. എടുത്തു ചാടുന്നതിന് മുമ്പ് നമ്മളെങ്കിലും ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ നോക്കാം എന്തോ സംഭവിക്കുന്നതെന്ന്. ഇതാരാ ഈ സമയത്ത്? ദേവു, നീ ഒന്ന് പോയി നോക്കി ആരാന്ന്. ചിലപ്പോ ആരെങ്കിലും ഇവിടുത്തെ വിശേഷം അറിഞ്ഞു വന്നതായിരിക്കും. ആരാ മനസ്സിലായില്ല? ഈ മണിമംഗലം ഹൗസ് ഇതല്ലേ? അതെ, അത് ഇത് തന്നെയാ. ആരാ ചേച്ചി വന്നത്? അല്ല, ഇതാരാ ശക്തി സാറോ? സാറെന്താ ഇവിടെ? അയ്യോ ലക്ഷ്മി മിസ്, ഇത് ലക്ഷ്മി മിസ്സിന്റെ വീടായിരുന്നോ? അല്ല, നിങ്ങൾക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ചേച്ചി, ഇത് എന്റെ കൂടെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ശക്തി സാറാ. അയ്യോ സോറി, എനിക്ക് അറിയില്ലായിരുന്നു. അകത്തോട്ടിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ മിസ്സേ, അതൊന്നും വേണ്ടായിരുന്നു. ഞങ്ങള് വേറൊരു ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാ. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇതൊക്കെ ആരാ? ഇത് രണ്ട് എന്റെ ചേട്ടന്മാരാ, ട്വിൻസാ, കിരണും കാർത്തി. ഇനി ഞങ്ങൾക്ക് ഒരു അനിയത്തിയും കൂടെ ഉണ്ട്, ദേവയാമി. ഞങ്ങൾ അവളെ തിരക്കി ഇങ്ങോട്ട് വന്നത്. സാർ, അപ്പൊ നിങ്ങക്ക് സ്ഥലം മാറിയെന്നാ തോന്നുന്നത്. ഇവിടെ ദേവയാമി എന്ന് പറയുന്ന ഒരു കുട്ടിയില്ല. അയ്യോ അല്ല മിസ്സേ, അവളെ ഇങ്ങോട്ട് തന്നെ കല്യാണം കഴിച്ചുകൊണ്ടാന്ന് ഞങ്ങൾ അറിഞ്ഞ്. അയ്യോ, ആ കുട്ടിയുടെ പേര് ദേവയാമി എന്നല്ല, രേവതി എന്നാ. അയ്യോ, അത് അങ്ങനല്ല. നിങ്ങളുടെ കെട്ടിക്കൊണ്ടുവന്ന കുട്ടിയുടെ പേര് ദേവയാമി എന്നാ, രേവതി എന്നല്ല. അല്ല, പക്ഷെ കല്യാണ മണ്ഡപത്തിലേക്ക് എഴുതി വെച്ചിരുന്നത്. അയ്യോ, അത് ശരിയാ. ഇന്നത്തെ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കേണ്ട കുട്ടി രേവതിയായിരുന്നു. പക്ഷെ ഇതിന് പുറകെ വേറെ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അനിയത്തി ആ സ്ഥാനത്ത് വന്നിരുന്നത്. അല്ല, പക്ഷെ നിങ്ങൾ ഈ പറയുന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തമാകുന്നില്ല. ആക്ച്വലി സിസ്റ്റർ, ഞങ്ങൾ പറഞ്ഞു വരുന്നത് മണ്ട ചേട്ടന്മാരെ, നീക്ക് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എന്ത് വേണ്ടി വിഷമിച്ചെന്നറിയോ? ചേച്ചി, അപ്പൊ ഇവര് പറഞ്ഞല്ല സത്യാട്ടോ? അല്ലെങ്കിൽ ഈ പെൺകൊച്ച് ഇങ്ങനെ പോയി അവരെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുവോ? ഔ ഇടിക്കാടി കുരുട്ടെ. അല്ല, നിങ്ങൾ ഇതുവരെ കാര്യം എന്താ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഇന്ന് നടന്നത്. ഒരിക്കലും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറ്റിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലത്. എന്തായാലും എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ അനിയത്തി ഞങ്ങളുടെ കൂടെ കൊണ്ടുപോവുക. സോറി, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഇന്ന് നടന്നത്. അല്ല, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം എന്താന്ന് അറിഞ്ഞില്ലല്ലോ. തൽക്കാലം ഇവിടെ എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞിന്റെ പെണ്ണായിട്ട് ഇവിടെ ഇങ്ങോട്ട് കയറി വന്നെങ്കിൽ ഇനി അങ്ങോട്ടും അവന്റെ ജീവിതം ഉടനീളം ഇവള് മതി ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞിനിയത്തിയായിട്ട്. അല്ല പക്ഷെ ഞങ്ങള് നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞിനൊരു പാവ ഇവിടെ കൈവെള്ളെ കൊണ്ട് നടന്നോളും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ നടത്തിയ കുഞ്ഞല്ലേ അവൻ. പിന്നെ വെളിയിൽ നിന്ന് കാണുന്നവർ ചിന്തിക്കും ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ ഇവിടെ കെട്ടിയെന്ന്. ഒരിക്കലും അതങ്ങനല്ല. അവന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതല്ലാതെ ഒരു കാര്യങ്ങളും അവൻ അവന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. മോളെ ദേവ, നീ പറഞ്ഞത് നീ ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ? ഉറപ്പായിട്ട് അവന് നിന്നോട് എന്തെങ്കിലും ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇവിടുന്ന് പോകാൻ അവൻ തന്നെ സഹായിച്ചേനെ. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിന്റെ പെണ്ണായിട്ട് വരുന്ന കുട്ടി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് കുറെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കല്പങ്ങൾക്ക് എല്ലാം ഓപ്പോസിറ്റാ നീയെങ്കിൽ പോലും ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ തേടി സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതകാലം മുഴുവൻ നീ മതി അവന് കൂട്ടായിട്ട്. അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇത്ര നേരം ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഞങ്ങളുടെ അനിയന്റെ ഭാര്യയായിട്ടും ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയായിട്ടും ഞങ്ങൾക്ക് ഈ ദേവയാമിയെ മതി എന്നാ ഞങ്ങൾ പറഞ്ഞത്. എടാ അളിയന്മാരെ, നീയൊക്കെ എന്താടാ ഇവിടെ? ജിത്തു? അല്ല, അപ്പൊ ഇവർ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞൻ അത് നീയാണോടാ? അല്ല, നീയൊക്കെ ഇതെങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്ന്? അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ അനിയത്തിയെ കിട്ടിയ ചെക്കന്റെ വീടും തപ്പി ഇറങ്ങിയതാ. ഏത്, ആ പൊട്ടാസിന്റെയോ? എന്നിട്ട് നീയൊക്കെ എന്താടാ എന്നെ വിളിക്കാന്?
അതിന് ഞങ്ങൾ അറിഞ്ഞതേ അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. ആ അത് കൊള്ളാലോ. ആശാട്ടി എന്താ ഒളിച്ചോടിയതാ? അല്ല, അല്ലെങ്കിൽ തന്നെ നീക്ക് ചെക്കന്റെ വീട് തപ്പി ഇറങ്ങിയിട്ട് നീ എന്താ എന്റെ വീട്ടിൽ നിൽക്കുന്നത്? അത് പിന്നെ ഞങ്ങളുടെ പെങ്ങളെ കെട്ടിയവന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെ പോയി ഞങ്ങൾ നിൽക്കാനാ? എന്തുവാടാ നീക്ക് പറഞ്ഞ? എനിക്ക് വെയിറ്റ് സെക്കൻഡ്. വാട്ട്? അപ്പൊ നിന്റെയൊക്കെ അനിയത്തി? അപ്പൊ ഞാൻ കെട്ടിയത് യാമി? വാട്ട്? അപ്പൊ നിന്റെ പേര് ദേവയാമിന്നാ? എന്നാലും നീ 24 മണിക്കൂറും ഞങ്ങളെ അളിയാന്ന് വിളിച്ചോണ്ടാണെന്നപ്പോ ഞങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല നീ തന്നെ ഞങ്ങളെ പെങ്ങളെ കിട്ടി, നീ തന്നെ ഞങ്ങളുടെ അളിയനാവൂന്ന്. എടാ, ഇവിടെ പറഞ്ഞപ്പോഴാ ഞാൻ പോലും സത്യാവസ്ഥ അറിയുന്നത്. ആ സമയത്ത് ഒരു പെങ്കൊച്ചിന്റെ ജീവിതം അല്ലേന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീയാ ഞങ്ങളുടെ അളിയെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒന്നുകൂടെ സന്തോഷമായതേ ഉള്ളൂ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തെ സമാധാനത്തോടെ ഇവിടെ നിർത്തിയിട്ട് പോവാലോ. മാത്രമല്ല ഇത്ര നേരം ചെക്കനാരാന്നറിയാൻ വയ്യാത്തൊരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും നീയാന്നറിഞ്ഞപ്പം അതിനും ഒരു ആശ്വാസമായി. അപ്പൊ നിങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ആണ്. പക്ഷെ നിന്റെ ചേച്ചിമാരുടെ സംസാരം കേട്ടപ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ സമ്മതമായിരുന്നു. പക്ഷെ ചെക്കൻ ആരാന്ന് അറിഞ്ഞുകൂടാത്തതിന്റെ ഒരു ടെൻഷനേ ഉള്ളായിരുന്നുള്ളൂ. ഇതെന്തിവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതെന്തോ ഒരു വാരം തുമ്പില്ലാതെ സംസാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാരെയും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നോ? അതവള് പറഞ്ഞ ശരിയാ. കുഞ്ഞ, നിനക്ക് ഇവരെ നേരത്തെ അറിയായിരുന്നോ? ആലോചിച്ച് ഇവര് 3 പേരും എന്റെ കോളേജിലെ സീനിയേഴ്സ് ആയിരുന്നു. സീനിയേഴ്സ് ആണ്, എന്നെക്കാട്ടി ഇത്തിരി മൂപ്പണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു എടാപ്പോടാ ബന്ധമാണ്. പോരാത്തതിന് ശക്തി ഒഴിച്ച് ഞങ്ങൾ 3 പേരും ഇപ്പൊ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രോ, ഇവന്മാർ രണ്ടും കൂടെ അനിയത്തെ കാണാനെന്നും പറഞ്ഞ് പെട്ടെന്ന് എന്റെ കൂടെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചില്ല എനിക്കിട്ടുള്ള പണിക്ക് ഇവന്മാർ ഈ ലീവ് എടുത്തേന്ന്. ചുരുക്കി പറഞ്ഞ ഞാൻ മാത്രമാണ് കഥ അറിയാതെ ആട്ടം കാണുന്നത്. ബാക്കി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അല്ല, അപ്പൊ കുഞ്ഞ, നിനക്ക് ഇവളെ അറിയത്തില്ലായിരുന്നോ നേരത്തെ? ഇങ്ങനെ ഒരു പൊട്ടാസ് വേറെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അറിയായിരുന്നു. പക്ഷെ ഇതാണോ ഏറ്റവും എനിക്കറിയത്തില്ലായിരുന്നു. ഡോഡോ, പൊട്ടാസ് തന്നെ കെട്ടിയോള്. ആ, അതിനെ തന്നെ പറഞ്ഞത്. അല്ല, എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ ഇന്ന് ഇവിടെ തങ്ങാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ പോവാ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കുന്നില്ല. എടോ മനുഷ്യ, പ്രായത്തിന് മൂത്തയാണെന്ന് ഞാൻ നോക്കത്തില്ല. ഒരു ഇടിയം കാണുന്നുണ്ടല്ലോ, ഇന്ന് ഇവിടെ തങ്ങിയാ മതി. എന്താ കാർത്തി ഇത്? അവരിങ്ങനെ വിളിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയാവോ? അങ്ങോട്ട് നിക്ക, നമ്മുടെ വീടല്ലേ. ചേച്ചി, അങ്ങേർക്കൊരു ഇത്തി ഇളക്കം കൂടുതലല്ലേ? ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങേരുടെ ഓരോഞ്ഞ ചിരിയും ഓരോഞ്ഞ നോട്ടവും എന്തൊക്കെയോ ഒരു വശപ്പശക്കുണ്ട്. എടോ മനുഷ്യ, അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്ക്. ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന കോഴിത്തരം നിങ്ങൾ അവരുടെ അടുത്തോട്ട് കെട്ടിയെടുക്കാൻ ചെന്നുണ്ടല്ലോ. ജിത്തുവിന്റെ സ്വഭാവം തനിക്ക് അറിയാലോ. അവന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചു കൂട്ടുണ്ടെങ്കിൽ ആണ് അടങ്ങി നിന്നോ. അത് പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആടാ. എന്തോ ചെയ്യാനാ, എനിക്ക് ഇഷ്ടപ്പെട്ടടാ. താനിത് ആരുടെ അടുത്ത് ഫസ്റ്റ് സൈറ്റാന്ന് പറയുന്നത്? ദയാ കുരുട്ട്. ഓ മനുഷ്യ, അതിനെ തൊട്ട് കളിച്ചാൽ ചേട്ടനാന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറക്കും. ഓ, അവളോടല്ലടാ, അവളുടെ അപ്പുറത്ത് നിൽക്കുന്ന പെങ്കൊച്ചിനോട്. മുകളില് 3 മുറിയുണ്ട്, വൃത്തിയാക്കിയിട്ടേക്കുക. എന്നാലും ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് വിളിക്കാം. അതുവരെ ഇവിടോട്ട് ഇരിക്കുക. അത് സാരമില്ലടോ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം. ദേവ ഒന്നും ഉണ്ട്, വിഷമിക്കണ്ട. ഞങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും പ്രിപ്പയർഡ് അല്ലെന്ന്. പക്ഷെ ഇത് തന്നുവിടുന്ന വേറൊന്നിനും വേണ്ടിയല്ല. ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ശരീരം പങ്കിടുന്ന കാര്യം മാത്രമല്ല, രണ്ടുപേരുടെ മനസ്സും കൂടെ ഷെയർ ചെയ്യേണ്ട ആ സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ വേണ്ടി ഉപയോഗിക്കുക. എനിക്കറിയാം എന്റെ കുഞ്ഞിന് ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട. പെട്ടെന്ന് ഈ ഗ്ലാസ് പാലുമായിട്ട് അങ്ങോട്ട് ചെന്നു. പറയാനുള്ള എല്ലാം ചേച്ചി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്കിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നാലും ഒരു ഓൾ ദ ബെസ്റ്റ് നാത്തൂനെ. ഒന്നും പേടിക്കാതെ ചെന്നോ ദേവ. നിനക്ക് എന്നാണോ അവനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നത് അന്ന് വരെ അവൻ കാത്തിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താനെന്താടാ അവിടെ തന്നെ നിൽക്കുന്നത്? കേറി ആടോ. ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങിയൊന്നുമില്ല. എന്റെ ആദ്യത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പം ഞാൻ കരുതി താനെ കുനിച്ചിർത്തി ഇടിക്കുമെന്നൊക്കെ. ഇതിപ്പോ ഒരുമാതിരി തനി നാടൻ പെൺപിള്ളേരുടെ പോലെ ആയി പോയല്ലോ. അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, ചേച്ചിമാർക്ക് ഇത്തിരി ഒതുങ്ങിയ പെങ്കൊച്ചിനെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ നിർത്ത്. അതിന് ചേച്ചിമാര് തന്നോട് പറഞ്ഞോ ഇങ്ങനെ ഒതുങ്ങണോന്ന്? അവര് നീ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? ഞാനത് പിന്നെ ചേച്ചിമാർക്ക് ചേച്ചിമാരുടേതായിട്ടുള്ള കൺസെപ്റ്റ്സ് ആയിരുന്നു കാണും. പക്ഷെ എന്റെ കൺസെപ്റ്റ് ഒരിക്കലും അതായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. തനിക്ക് എങ്ങനെ നടക്കാനാണോ ഇഷ്ടം അങ്ങനെ നടക്കുക. തനിക്ക് എന്ത് ഇടാനാണോ ഇഷ്ടം അത് ഇടുക. തനിക്ക് എങ്ങനെ സംസാരിക്കാനാണോ ഇഷ്ടം അങ്ങനെ സംസാരിക്കുക. അതാ എനിക്കിഷ്ടം. അല്ലാതെ തന്റെ പേഴ്സണാലിറ്റിയെ മൂടി വെച്ചിട്ട് വേറൊരു പേഴ്സണാലിറ്റിയിൽ താൻ നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഞാൻ ഈ ഡ്രസ് അയച്ചു കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ് എടുത്തിട്ടോട്ടെ. എന്തിനാ താൻ ചോദിക്കേണ്ട കാര്യം? ഇത്രയും നേരം പറഞ്ഞു വെച്ചിട്ട് മനസ്സിലായില്ലേ? ചെന്ന് മാറണോ? താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്
പക്ഷെ സ്ഥിരം എന്നെ ഈ പോസ്റ്റ് ഇരുത്തി കളയരുത്. എനിക്ക് തന്റെ ഹസ്ബൻഡിന്റെ പോസ്റ്റ് എത്രയും പെട്ടെന്ന് കിട്ടിയാ അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. എന്നെ ഒരു നിത്യകന്യകനാക്കരുത്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. കൃത്യം ഇപ്പൊ 1 മാസമായിട്ടുണ്ട് അവരുടെ ആക്സിഡന്റൽ മാരേജിന് ശേഷം. ഇതിന്റെ ഇടയിൽ കൂടെ വേറെയും കുറെ ലൈൻ വരികൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് ചിലതൊക്കെ ബലം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബലം കാണാൻ ആകെ ഒരു പേരും കൂടെ ഉള്ളു. അതാരാന്ന് ഊഹിക്കാനല്ലേ? വേറെ ആരുമല്ല, നമ്മുടെ കാർത്തിയും പാറും തന്നെ. അവരാണ് ഇപ്പോഴും കൂടി പിടികൊടുക്കാത്തത്. അങ്ങനെ ഇന്ന് അവരൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കുക. ഈ ട്രിപ്പിലൂടെ എല്ലാ ജോഡികളും ഒന്നുകൂടെ സ്ട്രോങ് ആവും. നമ്മൾ ഈ പറഞ്ഞ പെയറും മിക്കവാറും ഒന്നിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാർത്തിയുടെ ഈ ബാഗും കൂടെ എടുത്തു വെക്കോ. നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കുടിക്കോ കഴിക്കോ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയുള്ള സാധനങ്ങളാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിച്ചാ പോരെ. അതിനു വേണ്ടിയുള്ളതൊന്നുമില്ല. കൂടുതലും ഫ്രൂട്ട്സാ. വീട്ടിലിരുന്നാലും കേടാവുകയല്ലേ ഉള്ളൂ. ഇതാകുമ്പോ നമ്മള് കഴിക്കുമല്ലോ. അത് താൻ പറഞ്ഞത് ശരിയാ. അല്ല പാറു, ഒരു മിനിറ്റ് പോവല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു തന്നോട്. ഇത് എങ്ങനെ പറയണോന്ന് എനിക്കറിയത്തില്ല, താൻ എങ്ങനെ എടുക്കുമെന്നും എനിക്കറിയത്തില്ല. കണ്ട അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോകെ പോകെ എനിക്ക് തന്റെ ക്യാരക്ടറിനോടും എല്ലാത്തിനോടും ഒരു വല്ലാത്ത റെസ്പെക്ട് തോന്നി. താൻ തന്റെ സിബ്ലിങ്സിനെ കെയർ ചെയ്യുന്നത്, എന്റെ അനിയത്തെ കെയർ ചെയ്യുന്നത്, എന്റെ ബ്രദേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്, അത് മാത്രമല്ല എല്ലാവരുടെയും കാര്യം താൻ കൊടുക്കുന്ന വാല്യൂ, അതെല്ലാം കണ്ടിട്ട് തന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. താൻ ലൈഫ് ടൈം എന്റെ കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ബ്ലസ്ഡ് മൊമെന്റ്സ് ആയിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പോകുന്നതെന്ന് ഒരു തോന്നല്. വിൽ യു ബി മൈ വൈഫ്? പെട്ടെന്ന് റിപ്ലൈ തരണമെന്നില്ല, അതൊക്കെ സാവധാനം ആലോചിച്ച് തന്നാൽ മതി. കാർത്തിയേട്ടനെ പോലെ ഒരാളെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? എന്തായാലും ഇഷ്ടാവും. പക്ഷെ ഞാൻ കാർത്തിയേട്ടന് ചേരുമെന്നുള്ളതാ. എന്റെ ബാക്കി 3 കൂടപ്പിറപ്പുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും എനിക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ വെറും ഒരു ഡാൻസ് ടീച്ചർ മാത്രം. അപ്പം കാർത്തിയേട്ടനെ പോലെ അത്യാവശ്യം വിദ്യാഭ്യാസം കൂടുതലുള്ള ഒരാൾക്ക് ഞാൻ ചേരുമെന്നുള്ള. പാറു, താൻ അങ്ങനെ പറഞ്ഞു ഒരിക്കലും താൻ തന്നെ കൊച്ചാക്കരുത്. ഞാൻ കണ്ടതിൽ വെച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോരാടി ജയിച്ചിട്ടുള്ള ഒരു വ്യക്തി താൻ തന്നെ. താനും ഞാനും ഒക്കെ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ തോണിയില് യാത്രക്കാര് തന്നെ. തനിക്ക് അച്ഛനും അമ്മയും പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടാണെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടത് പെട്ടെന്നൊരു ദിവസത്തെ ഇതിനകത്തല്ല, അവരായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതാ. ഒരു മുഴം കയറിൽ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങൾ 4 പേരെയും തനിച്ചാക്കി പോയതാ. അതിനുശേഷം ഞാൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാട് എനിക്കറിയാം. അപ്പം അതേ തോണി കൂടെ യാത്ര ചെയ്ത് തന്നെ മനസ്സിലാക്കാതിരിക്കാനും വേണ്ടി കട്ടിയില്ലാത്ത മനസ്സൊന്നുമല്ല എന്റേത്. ഒരിക്കലും വിദ്യാഭ്യാസമാണ് വലുത് എന്ന് ഞാൻ പറയത്തുമില്ല, വിദ്യാഭ്യാസത്തെ വില കുറച്ച് കാണത്തുമില്ല. പക്ഷെ താൻ എത്ര വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെക്കാട്ടിയും നല്ല രീതിയിലാണ് ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. യാമി, നിനക്ക് ഇതുവരെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പെണ്ണെ. നിനക്ക് ഇനിയും എത്ര ടൈം വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലടി. നീ എന്റെ അടുത്തുണ്ടായിട്ടും എന്തോ ഒരു മിസ്സിംഗ് ഫീൽ, എവിടേക്കോ ഒരു വല്ലായ്മ. എന്തേ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ? കിച്ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ എന്തോ എനിക്ക് ഒരു ചമ്മല് പോലെ. എന്താ പെണ്ണെ നീ പറയുന്നത്? ദേ നീ എടുത്ത് നോക്കേ, ഇപ്പോഴും ഉണ്ടോ നിനക്ക് ആ ചമ്മല്? ഞാൻ മാറ്റി തരട്ടേത്? കിച്ചേട്ടാ, യാമി ഇപ്പൊ മാറിയോ നിന്റെ ചമ്മല്? ബാക്കി കൂടെ ഞാനിപ്പോ മാറ്റട്ടെ? കിച്ചേട്ടാ, ഐ ലവ് യു. ചേട്ടാ, സത്യം പറ, നിങ്ങൾക്ക് എന്നെ നേരത്തെ ഇഷ്ടമായിരുന്നില്ലേ മനുഷ്യ?
അങ്ങനെ ചോദിച്ചാ സത്യം പറയണോ കള്ളം പറയണോ? കള്ളം. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നിന്റെ ചേട്ടന്മാരുടെ ഫോണിന്റെ വാൾപേപ്പറിൽ കണ്ടിട്ടുണ്ട് നിന്നെ. പക്ഷെ അന്ന് അത്ര ക്ലിയർ അല്ലായിരുന്നേലും നിന്റെ ചുണ്ടിന് താഴെയുള്ള ഈ മറുക് അതെനിക്ക് ഭയങ്കര ക്ലിയർ ആയിരുന്നു. എന്റെ എത്ര രാത്രിത്തെ ഉറക്കം ആ മറുക് കളഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് അറിയത്തില്ല. നിങ്ങൾ കള്ളന, പേരും കള്ളൻ. ഇത്ര നാൾ എന്നിട്ട് എന്തൊരു അഭിനയമായിരുന്നു. അതെ, ഞാൻ കള്ളന്. ഈ കള്ളൻ ഇനിയും പല സാധനങ്ങളും കട്ടെടുക്കാണ്ട് അനുവാദം പോലും ചോദിക്കാതെ ഇനി ഞാൻ കട്ടെടുക്കാൻ പോവാണ്. കിച്ചുവേട്ടാ വേണ്ട. വേണം. എന്താ നോക്കിയിരിക്കുക? അവർക്കല്പം പ്രൈവസി ഒക്കെ ആവാം. ഞാൻ പറയാൻ വന്ന കാര്യം, ചിലപ്പോൾ മീറ്റൊക്കെൻ്റെ എപ്പിസോഡ് ഒരു ദിവസമോ 2 ദിവസമോ ഒന്ന് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം എനിക്ക് നല്ല മുട്ടം പനി പിടിച്ചേക്കുക. അപ്പം ഇതിനകത്ത് തന്നെ കുറേ പോർഷൻസിൽ സൗണ്ട് ഇച്ചിരി ബാസ് കൂടുതലും കുറവൊക്കെ ആയിരിക്കും. അതെന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് മെയിൻലി ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ആൻഡ് മീറ്റിംഗിൽ ഭയങ്കരമായിട്ട് ലേറ്റ് ആക്കത്തില്ല. ഒന്നെങ്കിൽ ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് വേണ്ടി വരും. കാര്യം ഈ തൊണ്ടയ്ക്ക് ഇത്ര റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ മീറ്റിംഗിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ആ ഫൈനൽ എപ്പിസോഡ് ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇത്തിരി ടൈം തന്നാൽ അത്രയും നല്ലത്.